ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇമേജാണ് ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഇമേജ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് സിമ്പിളായിട്ടാണ് ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ChatGPT ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ ആഡ് ചെയ്യേണ്ട ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സൈൻ ചെയ്യാനായിട്ട് വരും. നമ്മൾ സൈനപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ സൈനപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫോട്ടോ ഒന്ന് ആഡ് ചെയ്യാം. ഇപ്പം നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോഡിഫൈഡ് ഓഫ് റോഡ് ജീപ്പിൻ്റെ ഒരു ഇമേജാണ്. അപ്പോൾ ആ ഒരു ഫോറസ്റ്റിൻ്റെ ആ ഒരു ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള മോഡിഫൈഡ് വണ്ടികളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. പിന്നെ നമ്മൾ ഈ ഒരു പ്രോംപ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോംപ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാനുണ്ട്, എന്നാലും ഒരു ഇമേജ് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റത്തെ ഒരു ഇമേജ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിലുള്ള ഒരു സേവ് എന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാലറിക്ക് ആ ഒരു ഇമേജ് സേവ് ആവണമായിരിക്കും. ഗൈസ്, അപ്പോൾ ആദ്യത്തെ ഒരു ഇമേജ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു ഇമേജ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഇമേജും ചെയ്യാൻ സിമ്പിളാണ്. ഫോട്ടോ സെലക്ട് ചെയ്തതിനു ശേഷം നേരത്തെ ആ ഒരു അതേ പ്രോംപ്റ്റിൽ തന്നെ ജസ്റ്റ് ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ മതി. അപ്പോൾ ആ ഒരു സ്നോൻ്റെതൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹിമാലയൻ സ്നോഫാളിന് നമ്മളതിൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇനിയും കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാനുണ്ട്. ആ ഒരു ഇമേജ് എന്നാലേ നമുക്ക് സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇമേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ താഴെയുള്ള ഒരു സേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇമേജ് ഗ്യാലറി സേവ് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.